വാർത്തകളിലേക്ക് വിശദമായി ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് തത്സമയം. आपके मैसेज पढ़ के उन्हें बहुत अच्छा लगेगा. आपका एक एक मैसेज उन तक पहुंचेगा. मैं आप सबके मैसेज उनको जेल में देकर आऊँगी और उन्हें मैसेज देने के लिए आपको आम आदमी पार्टी का होने की ज़रूरत नहीं है. आप किसी भी पार्टी से हो, कोई भी हो, अरविंद जी को मैसेज ज़रूर भेजें. सभी युवा, महिलाएं, बुजुर्ग, बच्चे, अमीर, गरीब, सब लोग अपने भाई, अपने बेटे अरविंद जी को कुछ ना कुछ ज़रूर लिखें. और हाँ, इस व्हाट्सएप नंबर का भी खूब प्रचार करें. एक बार फिर से बता रही हूँ, व्हाट्सएप नंबर है 8297324624. 8297324624. जय हिंद. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ജയിലിൽ കഴിയുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ED കസ്റ്റഡിയിൽ തുടരുന്ന അരവിന്ദ് കെജ്രിവാളിന് ഏവരും സന്ദേശങ്ങൾ അയക്കുക, അതിനായൊരു വാട്സാപ്പ് നമ്പറുണ്ട്. ആ വാട്സാപ്പ് നമ്പർ കൂടി വെളിപ്പെടുത്തുകയായിരുന്നു. അത് ഏത് പാർട്ടി എന്നായിക്കോട്ടെ, അത് ആം ആദ്മി പാർട്ടി മാത്രമല്ല, മറ്റേത് പാർട്ടിയിൽപ്പെട്ടയാളായാലും അത് ആബാലവൃദ്ധം ജനങ്ങൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സന്ദേശങ്ങൾ അയക്കൂ എന്നാണ് ഇപ്പോൾ ഭാര്യ സുനിത കെജ്രിവാൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇപ്പോൾ നടത്തിയ ആഹ്വാനം. അതിനായൊരു വാട്സാപ്പ് നമ്പറുണ്ട്. ആ വാട്സാപ്പ് നമ്പറും അവർ പുറത്തുവിടുകയും ചെയ്തു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി ശക്തമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡിജിറ്റൽ വിവരങ്ങൾ ശേഖരിക്കാൻ കെജ്രിവാളിനോട് പാസ്വേഡ് ആവശ്യപ്പെടും. മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് UN വക്താവ് ആവശ്യപ്പെട്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആം ആദ്മി പാർട്ടി രംഗത്ത് തുടരുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ഫോണിലെ വിവരങ്ങൾ BJPക്ക് ചോർത്തി നൽകുന്നുവെന്ന് ഡൽഹി മന്ത്രി അതിഷി ആരോപിച്ചു. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. അച്യുതൻ, അല്പസമയം മുൻപാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പത്നി സുനിത കെജ്രിവാൾ എത്തിയത്. ഒരു വാട്സാപ്പ് നമ്പർ പുറത്തുവിടുകയും ചെയ്തു. അതിലൂടെ രാജ്യത്തെ എല്ലാ ജനങ്ങളോടും സന്ദേശങ്ങൾ അയക്കാൻ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് സന്ദേശങ്ങൾ അയക്കാൻ പറയുന്നു. അങ്ങനെ പുതിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കുകയാണ്. അതിന്റെ സൂചന തന്നെയല്ലേ ഇപ്പോൾ സുനിത നടത്തിയ ഈ മാധ്യമ സമ്മേളനം? പ്രജിൻ, തീർച്ചയായിട്ടും. കാരണം ഈ ആദ്യഘട്ടങ്ങളിൽ സംഘർഷ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിൽ ഇന്നലെ തൊട്ട് അതിന്റെ സ്വഭാവമാകെ മാറിയിരുന്നു. കാരണം ഇന്നലെ ഒരു നിശബ്ദ പ്രചാരണമായിരുന്നു ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ചിരുന്നത്. അത് ഈ ITO മെട്രോ ഗേറ്റ് നമ്പർ 2 മുൻപിൽ ആം ആദ്മി പ്രവർത്തകർ നിൽക്കുകയും അവിടെ വരുന്ന യാത്രക്കാർക്ക് ഈ ചെറിയ ലഘുലേഖകൾ കൈമാറുകയും ചെയ്തു. അങ്ങനെ വളരെ നിശബ്ദ പ്രചാരണത്തിലേക്ക് കൂടി മാറി. കൃത്യമായി ഈ അറസ്റ്റിനെ രാഷ്ട്രീയ പ്രചാരണമാക്കി ആം ആദ്മി ഉയർത്തുകയാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ വേട്ടയാടൽ എന്ന രീതിയിൽ തന്നെയാണ് ആം ആദ്മി ഇതിനെ ഉയർത്തി കാണിക്കുന്നത്. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ മറ്റൊരു തുടക്കം കൂടി കുറിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു വാട്സപ്പ് നമ്പർ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അതുവഴി കേജ്രിവാളിനെ പിന്തുണ അറിയിക്കുവാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറെ വൈകാരികമായ ഒരു ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. അതായത് എല്ലാ ജനങ്ങൾക്കും, ഡൽഹിയിലെ എന്നല്ല എല്ലാ ജനങ്ങൾക്കും കേജ്രിവാളിനെ പിന്തുണ അറിയിക്കാൻ ഈ നമ്പർ ഉപയോഗപ്പെടുത്താമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കൊപ്പവും എല്ലാ വിഭാഗങ്ങൾക്കൊപ്പവും ഉള്ള നേതാവാണ് കേജ്രിവാൾ. യഥാർത്ഥ ഒരു രാജ്യസ്നേഹിയാണ് കേജ്രിവാൾ എന്നുകൂടിയാണ് സുനിത കെജ്രിവാൾ അല്പം മുൻപ് ഈ ഒരു മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇനി കേജ്രിവാളിനെതിരെ കൂടി നടപടി EDയുടെ ഭാഗത്തുനിന്ന് ശക്തമാക്കുകയാണ്. കാരണം ഇന്നലെ കോടതിയിൽ അറിയിച്ചത് അരവിന്ദ് കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അദ്ദേഹത്തോട് നേരത്തെ തന്നെ ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കാൻ പാസ്വേഡ് ആവശ്യപ്പെട്ടെങ്കിലും
നൽകിയിട്ടില്ല. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം മാത്രം വിവരങ്ങൾ കൈമാറാമെന്നാണ്. എന്തായാലും ഇനിയുള്ള 3 ദിവസം അതിലേക്കുള്ള നീക്കങ്ങളായിരിക്കും ED നടത്തുക. പാസ്വേഡ് ആവശ്യപ്പെടും. ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കുവാനുള്ള നടപടികളിലേക്ക് കൂടിയാണ് ED കടക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ പ്രതികളായിട്ടുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തിയവരുടെയും ഒപ്പവും കേജ്രിവാളിനെ ഇരുത്തി ഒരു ചോദ്യം ചെയ്യൽ കൂടി EDയുടെ പദ്ധതിയിലുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നടപടി ശക്തമാക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഏപ്രിൽ 1-ന് കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും അത്തരം നീക്കങ്ങൾ EDയുടെ ഭാഗത്തുനിന്ന് സജീവമാവുന്നുണ്ട്. അതിനിടയിലാണ് ഈ പാസ്വേഡുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ED ശ്രമിക്കുന്നത് വിവരങ്ങൾ ചോർത്തി BJPക്ക് നൽകാനാണ്. കാരണം ഈ പ്രചരണ പരിപാടികളുടെ അടക്ക വിവരങ്ങൾ കേജ്രിവാളിന്റെ മൊബൈൽ ഫോണിൽ ഉണ്ട് എന്നുകൂടിയാണ് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു പക്ഷത്ത് ED നടപടി ശക്തമാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കൂടി ആം ആദ്മി പാർട്ടി തയ്യാറാക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മുംബൈയിൽ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ച സംയുക്ത പ്രതിഷേധം അല്പസമയത്തിനകം നടക്കും. ആം ആദ്മി പാർട്ടിക്കൊപ്പം കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, CPIM, CPI തുടങ്ങിയ പാർട്ടികൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈ ആസാദ് മൈതാനത്തു നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകും. ശ്രീനാഥ്, ഈ അല്പസമയത്തിനകം ആ പ്രതിഷേധം നടക്കുമെന്നറിയുന്നു. ഏതൊക്കെ പാർട്ടികൾ എന്നുള്ളത് ഇപ്പോൾ അത് ഉറപ്പിക്കുന്നുണ്ടോ അവരുടെ പങ്കാളിത്തം? ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഒരിക്കൽ കൂടി ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമായി ഈ പ്രതിഷേധം മാറുകയും ചെയ്യുമോ? ഇപ്പോൾ സമരം പ്രതിഷേധം തുടങ്ങുന്നതേ ഉള്ളൂ. നേതാക്കളൊക്കെ തന്നെ എത്തിത്തുടങ്ങുകയാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെയാണ് കൂടുതലായി ഇവിടെ കാണാൻ കഴിയുന്നത്. കറുത്ത റിബണുകളും കൊടികളും ഒക്കെയാണ് പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുന്നത്. എല്ലാ പാർട്ടികളെയും, ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കും എന്നതാണ് സംഘാടകരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, NCP, ശരത് പവാർ വിഭാഗം, CPM, CPI, PWP പാർട്ടികൾ, അതായത് മഹാരാഷ്ട്രയിലെ പാർട്ടികൾ ഒക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് എത്തും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കളും ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടി MLA അബു അസീം അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഏതായാലും മുംബൈയിൽ, ദില്ലിയിൽ നടക്കാൻ പോകുന്ന പ്രതിഷേധത്തെ കുറിച്ച് നമുക്കറിയാം. അതിന് മുന്നോടിയായി മുംബൈയിൽ കൂടി സമാനമായ തരത്തിൽ ഒരു പ്രതിഷേധം, വലിയ നേതാക്കളുടെ സാന്നിധ്യമില്ലെങ്കിൽ പോലും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ, ഈ മുന്നണിയിലെ നേതാക്കളെയൊക്കെ തന്നെ എത്തിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുകയാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവും ഒക്കെ തന്നെയായിട്ടുള്ള വക്താവ് കൂടിയായിട്ടുള്ള പ്രീതി ശർമ്മ കൂടിയുണ്ട്. Are you expecting all the alliance partners will come? Yes, of course, all the alliance partners are coming. Congress is coming, Rashtrawadi is coming. यहाँ पे कम्युनिस्ट ऑलरेडी है, यहाँ पे PWP की नेता है. तो ये तो देश की आज़ादी की लड़ाई है, इसलिए इसमें हर इंसान, हर पक्ष शामिल होगा. എല്ലാവരുടെയും പങ്കാളിത്തം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ അലയൻസിന്റെ ഒരു ശക്തി പ്രകടനം മുംബൈയിൽ വെച്ച് നടത്തുകയാണ്. പക്ഷേ ഇന്ന് രാവിലെ സഞ്ജയ് റാവത്തിന്റെ ഒരു പ്രതികരണം കണ്ടു. മുംബൈയിൽ ആകെ 6 സീറ്റുകളാണ് ലോക്സഭയിലേക്കുള്ളത്. അതിൽ 5-ൽ മത്സരിക്കാൻ പോകുന്നത്. നേരത്തെ 4 സീറ്റിൽ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 5ാമതൊരു സീറ്റായി മുംബൈ നോർത്തിൽ കൂടി അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അത് മുന്നണിയിൽ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണയ്ക്ക് വിരുദ്ധമാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് കാലങ്ങളായി മത്സരിക്കുന്ന ഒരു സീറ്റ് ഈ ശിവസേന ഇന്ന് ഈ പ്രഖ്യാപിച്ച കാര്യത്തോട് അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതുകൂടി ഏതൊക്കെ നേതാക്കൾ അവിടെ എത്തുമെന്നതിലാണ് ഇപ്പോൾ ഒരു ആകാംക്ഷയുള്ളത്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. 2 പേരുടെ മരണത്തിനിടയാക്കിയ അടൂർ പട്ടാഴിമുക്കിലെ അപകടത്തിൽ ദുരൂഹത. അമിത വേഗത്തിൽ കാർ ലോറിയിൽ ഇടിച്ചു കയറ്റി എന്നാണ് സംശയം. തുമ്മമൺ സ്വദേശി അനുജ, ചാരുമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് മരിച്ചത്. സഹപ്രവർത്തകരുമായി ടൂർ പോയ അനുജയെ കുളക്കടയിൽ വെച്ച് ഹാഷിം കാർ ട്രാവലറിന് കുറുകെ നിർത്തിയാണ് കൊണ്ടുപോയതെന്ന് പ്രധാനാധ്യാപിക ശോഭ പോലീസിന് മൊഴി നൽകി. ഹാഷിം ബന്ധുവാണെന്നാണ് അനുജ പറഞ്ഞത്. അമിത വേഗത്തിലായിരുന്നു കാറെന്നും പിന്നീട് അനുജയെ വിളിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചതെന്നും സഹപ്രവർത്തകർ മൊഴി നൽകി. 2 പേരുടെ മരണത്തിനിടയാക്കിയ അടൂർ പട്ടാഴിമുക്കിലെ അപകടത്തിൽ നിർണായക വെളിപ്പെടുത്തൽ വരികയും ചെയ്തു. കാർ ഓടിക്കൊണ്ടിരിക്കെ അനുജ ഇരുന്ന ഭാഗത്തെ ഡോർ 3 തവണ തുറക്കാൻ ശ്രമിച്ചെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പറയുന്നു. അമിത വേഗതയിൽ വന്ന ഈ കാറ് ന്യൂമാൻ സെൻട്രൽ സ്കൂളിന് സമീപം വെച്ച് 2 ട്രിപ്പ് കേപ്പ് റോഡിന് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയും ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് 3 ട്രിപ്പ് ഈ ഡോറ് തുറന്നു, ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ഡോറ് തുറന്നു. ഇതിൽ പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് സ്വഭാവമായിട്ട് മനസ്സിലായി ഇതിൽ ആരോ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അതിൻ്റെ അകത്ത് കാല് വെളിയിൽ വന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രദേശത്തൊക്കെ നിരന്തരം ഇങ്ങനെ കള്ളു പിടിച്ചിട്ടൊക്കെ രാത്രിയിലുള്ള ആളുകൾ നടക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ സത്യത്തിൽ അത് പോലീസിനെ ഇൻഫോം ചെയ്യാൻ പോയില്ല. പോലീസിനെ ഇൻഫോം ചെയ്താലും അവർ സ്റ്റേഷൻ്റെ ദൂരപരിധി വെച്ച് കേപ്പ് റോഡിൽ അവർക്ക് എത്താൻ കഴിയില്ല.
പിന്നെ ഒരു സുഹൃത്ത് തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടലിൻ്റെ സൈഡ് വശം നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ അന്നേരം ആ ഒരു സ്പോട്ടിൽ ഞാൻ വിളിക്കുകയും ചെയ്തു, എന്താ പ്രശ്നം നോക്കണമെന്ന് പറയാൻ വിളിച്ചത്. പക്ഷേ അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ഇതെന്താ സംഭവം എന്ന് പറയാൻ കഴിഞ്ഞില്ല. ഈ കുട്ടി അതിൻ്റെ മുഖം ഒന്നും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ന്യൂമാൻ സെൻട്രൽ സ്കൂളിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു മതിലിനോട് ചേർന്ന് ഈ സ്പീഡിൽ വന്ന് ഈ ഡോറ് തുറന്നുകൊണ്ട് തന്നെ ഈ വാഹനം അവിടെ നിർത്തിയിരുന്നു. ഈ പെണ്ണ് വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. നമ്മൾ പിന്നീട് അങ്ങ് വിട്ടുപോയി ഈ ഒരു സംഭവം ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണാനിടയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഈ വാർത്ത വരുമ്പോഴാണ് ഈ ഒരു സംഭവമാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാർ അമിത വേഗത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് ലോറി ഡ്രൈവറുടെ മകൻ ഷാറൂഖും പറഞ്ഞു. शाहरुख है मेरे नाम सर। हम लोडिंग के लिए जा रहा था, कोटेम से खाली करके आए थे हम। कोटेम से खाली करने के लिए शिवकाशी के लिए जा रहे हैं हम। वहाँ पे फादर मेरा गाड़ी चला रहा था, मैं सो रहा था। वहाँ पे रोड साइड कार आई थी, फादर बता रहा जैसे मेरा रोड साइड कार आके और गाड़ी में टकराई है जी। हमारी गाड़ी तो वहाँ पर रुक गई है, आराम से कंट्रोल कर लिया हमने जी। वहाँ पे 40 से स्पीड पे गाड़ी वहाँ कंट्रोल कर ली जी। उसके बाद फिर वहाँ पर गाड़ी खड़ी हो गया लोडिंग के लिए। अब वो एक्सपायर हो गया जो भी हो गया सर। कार का सर कम से कम 60 से कम नहीं थी, और वे तो हम तो अपनी साइड चल रहे थे, वे तो रोड साइड आ रही थी। अब हमारी सर इसमें क्या गलती है? അടൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ശ്രീകുമാരൻ ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീത്ത്, പട്ടാഴിമുക്കിലെ ഈ വാഹനാപകടം, അതിലെ 2 മരണം, അതിലെ ദുരൂഹത ഏറുകയാണ്. വളരെ പ്രധാനപ്പെട്ട 2 പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നു. അതിലെ ഒന്ന് ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ഈ അപകടം നടക്കുന്നതിന് മുമ്പ് ഈ കാർ കണ്ടു, അതിൻ്റെ ഡോർ 3 തവണ തുറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു, ഒരു സ്ത്രീയുടെ കാൽ പുറത്തേക്ക് നീണ്ടുവന്നത് കണ്ടു എന്ന് അവർ പറയുന്നു. മറ്റൊന്ന് ഈ ലോറി ഡ്രൈവറുടെ മകൻ്റെതാണ്. അതിൽ പറയുന്നു റോങ് സൈഡിൽ വന്ന് വളരെ വേഗത്തിൽ വന്ന് ഈ ഇടിക്കുകയായിരുന്നു എന്നാണ് തൻ്റെ പിതാവ് പറഞ്ഞത്, ഡ്രൈവറായ അച്ഛൻ പറഞ്ഞതെന്നാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പോലീസ് എന്താണ്, എങ്ങനെയാണ് ഈ വിഷയത്തിൽ, ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത്? ഈ വിഷയത്തിൽ അല്പസമയം മുൻപ് ശങ്കറിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഏറ്റവും കൂടുതൽ നിർണായകം. ശങ്കർ ഏനാദിമംഗലം പഞ്ചായത്ത് അംഗമാണ് ശങ്കർ. എന്തായാലും ശങ്കറിൻ്റെ വെളിപ്പെടുത്തൽ നിർണായകമായ വെളിപ്പെടുത്തലാണ്. കാരണം ഈ കുട്ടിയെ കണ്ടു, അല്ലെങ്കിൽ ഈ വാഹനം അവർ കണ്ടിട്ടുണ്ട്. കാരണം ഇന്നലെ കൊല്ലത്ത് നിന്ന് മടങ്ങുകയായിരുന്നു ശങ്കർ ഉൾപ്പെട്ട 2 അംഗ സംഘം. ശങ്കറും ശങ്കറിൻ്റെ ഒരു സുഹൃത്തും ഒരാവശ്യത്തിന് വേണ്ടി കൊല്ലത്തേക്ക് പോയി മടങ്ങുകയായിരുന്നു. ആ സമയത്താണ് KP റോട്ടിൽ വെച്ച് ഇത്തരം ന്യൂമാൻസ് കോളേജിന് മുൻപിൽ വെച്ച് ഈ കുട്ടിയെ, ഈ കാറിനെ കാണുന്നത്. ആ കാർ കണ്ടപ്പോൾ അവർ സംശയം തോന്നിയത് മദ്യപിച്ച എന്തോ പ്രശ്നമാണ് ആ വാഹനത്തിൽ നിന്നാണ്. ഒരു കാർ 2-3 തവണ, ആ കാറിൻ്റെ ദൃശ്യങ്ങളാണ് തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാർ 2-3 തവണ ആ ഡോർ, വലതുഭാഗത്തെ ഇടതുഭാഗത്തെ ഡോർ തുറന്ന് കാല് പുറത്തേക്ക് വരുന്ന തരത്തിലേക്ക് അവർ കണ്ടിരുന്നു. അവരപ്പോഴും കരുതിയിരുന്നത് ഇതായിരുന്നു, അതായത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഈ അവർ തമ്മിൽ, അത് എന്തെങ്കിലും മദ്യപിച്ചുള്ള പ്രശ്നമാണ് എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു സ്ഥലത്ത് വാഹനം നിർത്തി ഒരു സ്ത്രീ ഇറങ്ങി നിൽക്കുന്നതും കണ്ടു. അപ്പോഴും സംശയം തോന്നാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ തൊട്ടടുത്ത് ഹോട്ടലുകളടക്കം ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ എങ്ങാനും നിർത്തിയതായിരിക്കാം എന്നാണ് പറയുന്നത്. സമയം ഏതാണ്ട് ഒരു 9:45-10 മണി സമയമായിരുന്നു എന്നാണ് പറയുന്നത്. അത് കൃത്യമായിരിക്കാം. കാരണം ഈ KP റോട്ടിലൂടെ അമിത വേഗതയിൽ വന്ന വാഹനം ഈ ന്യൂമാൻസ് കോളേജിന് മുൻപിൽ എത്താൻ ഏതാണ്ട് 15 മിനിറ്റൊക്കെ ധാരാളം മതിയെന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നത്. അതിനുശേഷമാണ് ഈ കാർ അമിത വേഗതയിൽ പിന്നീട് വന്ന് കണ്ടെയ്നർ ലോറിയിൽ ഇടിക്കുന്നത്. അതായത് കാറിനുള്ളിൽ ഒരു മൽപ്പിടുത്തം നടന്നതായി സംശയിക്കുന്നുണ്ട് എന്ന് ശങ്കർ എന്ന ഏനാദിമംഗലം പഞ്ചായത്ത് അംഗം സാക്ഷ്യപ്പെടുത്തുന്നു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ശങ്കർ. അതിനുശേഷം ഇതാണ് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കൃത്യം പോലീസിനെ രാവിലെ തന്നെ വന്ന വിവരം പറയുകയായിരുന്നു. എന്നാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്താണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നം എന്നതിനെക്കുറിച്ച് അധ്യാപകർക്കും കൃത്യമായൊരു വിവരമില്ല. അധ്യാപകർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. ഈ ടൂറിന് വന്നിരുന്ന സമയത്തൊക്കെ നിരന്തരം ഈ പറയുന്ന അനുജയ്ക്ക് ഫോൺ വന്നിരുന്നു എന്ന് പറയുന്നു. അവർ അസ്വസ്ഥതയായി കാണപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് കുളക്കടയിൽ വെച്ച് കാർ ഹാഷിം കൊണ്ടുവന്ന് നിർത്തിയ, ഹാഷിം എന്നല്ല ആദ്യം പറഞ്ഞത്, വിഷ്ണു എന്ന തൻ്റെ ബന്ധുവാണ് അത് എന്നായിരുന്നു അനുജ പറഞ്ഞു വെച്ചിരുന്നത്. എന്തായാലും അപ്പോൾ തന്നെ അനുജ ഇറങ്ങി ആ കാറിലേക്ക് കയറി. ആ കാറിൽ കയറി പോകുന്നത് കണ്ടപ്പോഴാണ് സംശയം തോന്നിയത്. കാരണം കാർ അവിടെ നിന്ന് ഒരു അപകടകരമായ രീതിയിലാണ് ഈ കാറ് ഈ ഹാഷിം എടുത്ത് കൊണ്ടുപോയത്. അമിത വേഗതയിലായിരുന്നു കാർ തിരിച്ചെടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ഡ്രൈവർക്ക് തോന്നിയൊരു സംശയമാണ് പെട്ടെന്ന് തന്നെ ബന്ധുക്കളെ വിവരം അറിയിച്ചത്. അപ്പോൾ അവരാണ് പറഞ്ഞത് വിഷ്ണു എന്നൊരു ബന്ധു തനിക്കില്ല, തങ്ങൾക്കില്ല, അതൊന്ന് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം അറിയിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വന്ന് വിവരം അറിയിക്കുന്നു. ടൂറിന് പോയ ട്രാവലറിന് കുറുകെ ഈ കാർ നിർത്തുന്നു, പിന്നീട് ബസ്സിലേക്ക് വരുന്നു ഈ ഹാഷിം എന്ന് പറയുന്നയാൾ.
അങ്ങനെയാണ് അനുജയെ കൂട്ടിപ്പോകുന്നത് എന്ന് പറയുന്നു. അതെല്ലാം ഈ ഒപ്പമുണ്ടായിരുന്ന അധ്യാപകരും ഒക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ മറ്റാരെങ്കിലും ഒപ്പമുണ്ടായിരുന്നോ ഹാഷിമിന്റെ? അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി അവർ സൂചിപ്പിക്കുന്നുണ്ടോ? ഈ കാറിൽ ഹാഷിം മാത്രമായിരുന്നു? അങ്ങനെയെങ്കിൽ ഈ മൽപ്പിടുത്തം ഉണ്ടായത് ഇവർ തമ്മിൽ തന്നെയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ടോ പോലീസ്? അതായത് ഈ കാറിൻ്റെ മുൻ സീറ്റിലായിരുന്നു ഇവർ ഇരുന്നിരുന്നത്. അതായത് ഈ രണ്ടുപേരും ഇരുന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ കാറിൽ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അങ്ങനെ ഒരാളെയും കണ്ടതായ ഒരു മൊഴി അവരുടെ ഭാഗത്തുനിന്ന് പോലീസിന് ലഭിച്ചിട്ടില്ല. എന്നാൽ ആ ദൃശ്യങ്ങൾ വളരെ ഭീകരമാണ്. ഈ കാറിൻ്റെ ഏതാണ്ട് വെട്ടിപ്പൊളിച്ചാണ് അവരെ പുറത്തേക്ക് എടുക്കുന്നത് എന്നാണ് പോലീസും അതുപോലെ തന്നെ ദൃക്സാക്ഷികളും പറയുന്നത്. അതായത് കാറിൽ മറ്റൊരാളില്ല, ഇരുവരും തമ്മിൽ തന്നെയായിരിക്കാം മൽപ്പിടുത്തം നടന്നത്. അതിൽ ഏറ്റവും നിർണായകമായ പ്രധാന അധ്യാപികയുടെയും അതുപോലെ തന്നെ സഹ അധ്യാപകരുടെയും മൊഴി ഈ ഫോൺ വിളിച്ചിരുന്നു. അതിനുശേഷവും മൊബൈൽ ഫോണിൽ ഇവരെ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ട സമയത്ത് കരച്ചിലായിരുന്നു അവിടെ നിന്ന് കേട്ടത് എന്നാണ് പറഞ്ഞത്. അപ്പോഴും പ്രശ്നമൊന്നുമില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു എന്നുകൂടി അധ്യാപകർ മൊഴി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്തോ ഒരു വിഷയം ഇരുവരും തമ്മിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഉള്ള ഒരു തർക്കമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ അമിത വേഗതയിൽ കാർ ഇടിച്ചു കയറ്റാൻ കാരണം. മദ്യക്കുപ്പികളും ഗ്ലാസും ഒക്കെ ഈ കാറിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതിനർത്ഥം ഹാഷിം മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് എന്ന് തന്നെയാണ്. അതായത് ഇത്തരമൊരു അപകടം വരുത്തി വെക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഹാഷിം വാഹനം ഓടിക്കുകയായിരുന്നു എന്ന് പോലീസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു കാരണം എന്താണ്? ഹാഷിം 32 വയസ്സാണ് ഹാഷിമിനെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഹാഷിം ആ പ്രദേശത്തെ ഒരു ബസ്സിലെ ഡ്രൈവറാണ്. പത്തനംതിട്ട അടൂർ അടക്കം പോകുന്ന ഒരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് ഹാഷിം. ഹാഷിം ഈ വാഹനം വാടകയ്ക്കെടുത്താണ് അനുജയെ കുളക്കടയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം എപ്പോൾ നടക്കുമെന്ന കാര്യത്തിലൊരു വ്യക്തത ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അടൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് വിശദമായ മൊഴി ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നറിയാൻ വേണ്ടി ഇരുവരുടെയും ഫോൺ കോൾ രേഖകളടക്കം ഇതിനകം തന്നെ പരിശോധിച്ചും വരികയാണ്. ശരി ശ്രീ, തുടരുക. ഇപ്പോൾ തുമ്പമണിൽ അനുജയുടെ വീട്ടിന് സമീപത്തു നിന്നും മനീഷ് മഹിപാൽ കൂടി ചെയ്യുന്നുണ്ട്. മനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത്, ഈ വിഷ്ണു എന്ന പേരിലാണ് ഹാഷിമിനെ അനുജ പരിചയപ്പെടുത്തിയതെന്ന് പറയുന്നു. അങ്ങനെ വിഷ്ണു എന്നൊരു ബന്ധു ഇല്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. അവിടെ വീട്ടിലെ സാഹചര്യം എന്താണ്? ഈ സംഭവം അറിഞ്ഞ ശേഷം എന്താണ് അവിടുത്തെ പ്രതികരണങ്ങൾ? ഈ ഹാഷിം ആരാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രജിൻ, ഞാൻ നിലവിൽ നിൽക്കുന്നത് നൂറനാട് മറ്റപ്പള്ളി കോടംതുരുത്ത് ജംഗ്ഷൻ അല്ലേ? കോടംപറമ്പ് ജംഗ്ഷനാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 50 മീറ്റർ, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് 50 മീറ്റർ അകലെ മാത്രമുള്ളൂ അനുജയുടെ വീട്. ആ വീടിൻ്റെ അടുത്ത ഒരു കവലയാണ്, ജംഗ്ഷനിലാണ്. എന്താണെങ്കിലും ഇവിടെ നിന്നും ഈ ഹാഷിം എന്ന പേരുള്ള ആളുടെ വീട് ഏകദേശം ചാരിമൂട് 7 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കുക, കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഈ സംഭവത്തെപ്പറ്റി അറിഞ്ഞാണല്ലോ ഭരണത്തെപ്പറ്റി, കുടുംബത്തെ പറ്റിയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അവർ മാന്യമായി ജീവിക്കുന്ന കുടുംബം. അധ്യാപികയായിരുന്നു അച്ഛൻ അധ്യാപകനും അമ്മ അധ്യാപികയായിരുന്നു. ഈ കുട്ടിയും കോളേജ് പ്രൊഫസറാണ്. മാന്യമായി ജീവിക്കുന്ന കുട്ടിയാണ്. അതിനെ അവിടെ നിന്ന് ടൂറിന് കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത്. ടൂറിന് പോയിട്ട് വരുന്ന വഴിക്ക് അതിനെ പിടിച്ചിറക്കി മറ്റു വണ്ടിയെ കയറ്റി കൊണ്ടുപോകുമായിരുന്നു. അത് ഏത് രീതിയിലാണ് പിടിച്ചിറക്കിയെന്ന് നമുക്കറിയില്ല. പക്ഷേ പിടിച്ചിറക്കി കൊണ്ടുപോയി അതിനെ നശിപ്പിക്കുക. ഇത് എപ്പോഴും അനുജയെ കാണാറുള്ള ആളല്ലേ ചേട്ടൻ? എപ്പോഴും കാണുന്ന, ചെറുപ്പം മുതൽ എനിക്കറിയാവുന്നതാണ്. എങ്ങനെ സ്കൂളിൽ പോയിരുന്നത്? ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത്? ഇവിടെ നടന്നായിരുന്നു അന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴേ ബസ്സുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്ന കാരണം സർവീസ് നിർത്തിയിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായിരുന്നു? അതിന് ഇപ്പോൾ 14-15 വർഷമായി കാണും. 14 വയസ്സുണ്ട് ആ കുട്ടിക്ക്. അവൾക്കൊരു മകനുണ്ട്. എൻ്റെ മോൻ്റെ പ്രായമാണ് കൊച്ചവൻ്റെ. അപ്പോൾ അതിന് 14 വയസ്സുണ്ട്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അവൻ്റെ അച്ഛനുമായിട്ട് എന്തോ അകന്ന് ജീവിക്കുവാണ്ടായിരുന്നു എന്നുള്ള ഒരു അറിവ് എനിക്ക് എത്ര വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. ഹാഷിം എന്ന് പറയുന്ന ആളുടെ കൂടെയാണ് സുഹൃത്താണെന്ന് മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു. പക്ഷേ നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ലില്ല, അതെനിക്കറിയില്ല. അവനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അങ്ങനെയുള്ള ആരെയും നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല. നിങ്ങൾ ഈ തൊപ്പി വെച്ച ആ ഫോട്ടോ കണ്ടിരുന്നല്ലോ, ആ ആളെ നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. ചാരിമൂട് എന്ന് പറയുന്ന ഈ ഹാഷിമിന്റെ വീടെന്ന് പറയപ്പെടുന്ന സ്ഥലം ഏകദേശം എത്ര ദൂരം വരും ഇവിടുന്ന്? ഇവിടുന്ന് ഈ 6 കിലോമീറ്റർ വരും. ഇയാൾ നിലവിൽ ഇപ്പോൾ പുതിയ വരുന്ന വാർത്ത, ഇയാൾ വിഷ്ണു എന്ന പേരിൽ കൂടെയാണ് സമൂഹ മാധ്യമങ്ങൾ പരിചയപ്പെട്ടതെന്നാണ്. അത്തരത്തിൽ ഈ പ്രദേശത്ത് ഇയാളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഇവിടെ ഈ പരിസരത്ത് വന്ന് അനുജയായിട്ട് പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഞങ്ങളുടെ പേര് എന്താണ്, മുസ്ലിം പേരാണ്.
ഈ ടി വിക്കകത്ത് രാവിലെ കണ്ട അടപ്പാടം ഞാൻ കണ്ടു. അങ്ങനെ അല്ലാതെ മറ്റു വിവരങ്ങൾ അറിഞ്ഞൂടാ. ശരി മനീഷ്, അവിടെ തുടരുക. എന്തായാലും അടിമുടി ദുരൂഹതകളുണ്ട്. ആർക്കും ഈ ഹാഷിം എന്ന ആളെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ അനുജയുടെ നാട്ടുകാരാണ്, സമീപവാസികളാണ് ഇപ്പോൾ 24 സംസാരിച്ചത്. അവർക്ക് ആർക്കും ഹാഷിം എന്ന ആളെ പറ്റി അറിയില്ല. പക്ഷേ അനുജയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അടൂർ പട്ടാഴിമുക്കിലെ അപകടത്തിലാണ് ദുരൂഹത ഏറുന്നത്. ഇപ്പോൾ അടൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ശ്രീകുമാരൻ ചേരുന്നു പുതിയ അപ്ഡേറ്റുകളുമായി. ശ്രീത്ത്, നേരത്തെ അനുജയുടെ വീടിന് സമീപത്ത് എത്തി മനീഷ് മഹിവാലിനോട് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ആർക്കും ഹാഷിം എന്ന ഒരാളെ കുറിച്ച് അറിയില്ല എന്നാണ്. അനുജയുടെ സുഹൃത്താണെന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ കൂടുതൽ വിവരങ്ങൾ നാട്ടുകാർക്കൊന്നും അറിയില്ല. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത അത് എപ്പോൾ കിട്ടും? ഈ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചൊക്കെ പോലീസിന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മറ്റാർക്കും കാര്യമായ രീതിയിൽ ഈ ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ അധ്യാപകർക്ക് പരിചയം, ഈ പറയുന്ന ഹാഷിം ആ പ്രദേശത്ത് വന്നു നിന്ന സമയത്ത് കാർ കുറുകെ കൊണ്ടുവന്ന് ഇട്ട സമയത്ത് വിഷ്ണു എന്ന ബന്ധുവാണെന്നാണ് പറഞ്ഞത്, സഹോദരനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സഹോദരനായി കൃത്യമായി അറിയുന്നത് മറ്റൊരാളെയാണ്. അപ്പോഴാണ് സംശയം തോന്നി. താടിയെല്ലാം വെച്ചിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ സംശയം തോന്നി. ഉടൻ തന്നെ ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. അതിനർത്ഥം നേരത്തെ നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ കൃത്യമാണ്. ഈ പറയുന്നത് പോലെ വിഷ്ണു എന്നൊരു പേരുള്ള ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു ബന്ധുവിനെ അവർക്കാർക്കും അറിയില്ല. അതായത് മറ്റു തരത്തിലുള്ള ബന്ധങ്ങളില്ല. അതായത് ഇവർ തമ്മിലുള്ള സൗഹൃദം ഇവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. മറ്റ് കാര്യമായി പുറത്തേക്ക് ആളുകൾക്ക് അറിയില്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ അധ്യാപകർ നൽകിയിരിക്കുന്ന നിർണായകമായ മൊഴി, ഇടയ്ക്കിടെ ഫോൺ കോളുകൾ വരുന്നുണ്ടായിരുന്നു. ഈ കുളക്കടയിൽ നിന്ന് കാർ കുറുകെ കൊണ്ടുവന്ന് ഇടുകയായിരുന്നു. അപ്പോൾ അതായത് കൊട്ടാരക്കര ഏതെങ്കിലും മേഖലയിൽ വെച്ച് കാറിനെ, ഈ വാഹനത്തെ, ട്രാവലർ വാഹനത്തെ പിന്തുടർന്ന് അതിനുശേഷം കുളക്കടയിൽ വെച്ച് വാഹനം തടയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയമൊക്കെ തന്നെ അനുജയ്ക്ക് ഫോൺ കോളുകൾ വന്നിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതായത് ഇയാൾ ഈ ഹാഷിം അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് വിളിച്ചറിയിക്കുകയായിരിക്കാം. പക്ഷേ ആ വണ്ടി നിർത്തിയ ഉടൻ തന്നെ അനുജ തൻ്റെ സുഹൃത്താണ്, തൻ്റെ ബന്ധുവാണ്, ചെറിയച്ഛൻ്റെ മകനാണ്, വിഷ്ണു എന്നാണ് പേര്, ഞാൻ അങ്ങ് പോവുകയാണ് വീട്ടിലേക്ക്, ഞാൻ ഈ വാഹനത്തിൽ അങ്ങ് പോവുകയാണ് എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. അപ്പോൾ ഒരു സംശയം തോന്നിയത്, ഈ ഡ്രൈവർക്കാണ് സംശയം തോന്നുന്നത്. ഈ ഡ്രൈവർക്ക് തോന്നിയ സംശയം വളരെ സത്യസന്ധമായൊരു സംശയം തന്നെയാണ്. കാരണം ഈ വാഹനം വളരെ വളരെ വേഗതയിൽ, അമിത വേഗതയിൽ അശ്രദ്ധമായാണ് ഹാഷിം എടുത്ത് ഓടിച്ചു കൊണ്ടുപോയത്. ഈ വാഹനത്തിൽ എന്തായാലും എന്താണ് ഹാഷിമും അനുജയും തമ്മിലുണ്ടായ തർക്കം, എന്താണ് ഇങ്ങനെയൊരു അപകടത്തിന് യഥാർത്ഥ കാരണം എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നതെന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുന്നു. ശ്രീകുമാരനും മനീഷ് മഹിവാലുമാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാലും പട്ടാഴിമുക്കിലെ അപകടത്തിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അമിത വേഗത്തിൽ കാർ ലോറിയിൽ ഇടിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ബുള്ളറ്റിനിൽ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുന്നു.